അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം വോട്ട് എല്ലാവർക്കും വേണം. ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധീകരിക്കുന്നതാണ് BJP എന്ന് പറഞ്ഞ് അവരെ തുറന്നെതിർക്കുമ്പോൾ ഇതുപോലെ വെൽഫെയർ പാർട്ടിയെ ഒക്കെ കൂടെ നിർത്തുമ്പോൾ ന്യൂനപക്ഷ വർഗീയത സ്വീകാര്യമാണ് എന്നൊരു സന്ദേശമല്ലേ നൽകുന്നത്? അതാണ് അവിടെ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചോദ്യമാണത്. ഞങ്ങൾ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? ഇടതുപക്ഷത്തോട് സഹകരിക്കുന്നത് നിർത്തിയതായി പ്രഖ്യാപിച്ച് UDF വോട്ട് ചെയ്യുന്നതായി അവർ പ്രഖ്യാപിച്ചു. UDF സഹകരിക്കുന്നതായിട്ട് UDF വോട്ട് ചെയ്തതായി അവർ പ്രഖ്യാപിച്ചു. അത്ര മാത്രമേ ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ. അതും പ്രാദേശിക ഇലക്ഷനിൽ, അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് അല്ലേ മത്സരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? അത് ശരിയല്ലല്ലോ. SDPIക്കെതിരെയൊക്കെ ലീഗ് എടുത്ത വളരെ ശക്തമായ നിലപാടുണ്ടല്ലോ, അത് ഈ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നത് ശരിയല്ലേ? അങ്ങനെയല്ല. ഓരോ പാർട്ടിയോട് ഓരോ നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പറയേണ്ടതുണ്ടല്ലോ. ഐഡിയോളജിക്കലി എതിർക്കുന്നവരെ അത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ മാർഗങ്ങൾ ശരിയല്ല എന്ന് പറയുന്നവരോട് അത് പറയണം. UDF സംബന്ധിച്ചിടത്തോളം UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. UDF രാഷ്ട്രീയ സഖ്യം ചെയ്യാത്തവരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അത് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം വോട്ട് എല്ലാവർക്കും വേണം. അപ്പോൾ വോട്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്ത്രപരമായ സമീപനം എടുക്കും. ഞങ്ങൾ വേദി പങ്കിടുകയോ അല്ലെങ്കിൽ സഖ്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇവർ ചെയ്തതുപോലെ മുന്നണിയുടെ ഭാഗമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ.